നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഷോർട്സ് ചെയ്യുന്ന ധാരാളം പേര് ഷോർട്സിനായിട്ട് തനിയെ തന്നെ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഈ ഷോർട്സ് ചാനലൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ഈ ഷോർട്സ് കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവർ ഒന്നെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയ കണ്ടൻറ് എടുത്തിടും, അല്ലെങ്കിൽ കൂടുതലും നാം കാണാറുള്ളത് ഈ വ്യൂസൊക്കെ വരാനായിട്ട് മറ്റുള്ളവരുടെ കണ്ടൻറ്റൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുമ്പോഴേക്കും കൂടുതലായിട്ട് വ്യൂസ് കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്ന അതേ സമയം ഒരു പക്ഷേ ഈ വീഡിയോ വന്നിട്ട് മറ്റുള്ളവരുടെ കോപ്പി റൈറ്റ് മാച്ച് ടൂളിൽ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് സ്ട്രൈക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സെക്കൻഡ്സിന് മാത്രമായിരിക്കും നമ്മൾ ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിലും അവിടെ കോപ്പി റൈറ്റ് മാച്ച് ടൂൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ. അതിൽ കാണിക്കുമ്പോഴേക്കും ആദ്യം ഒരു പക്ഷേ ഈ കണ്ടൻറ്റ് ഇട്ട ഒറിജിനൽ ക്രിയേറ്റർ വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാൻ ഇടവന്നാൽ അതിന് നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും പലർക്കും ഈ കോപ്പി റൈറ്റ് സ്ട്രൈക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ ഷോർട്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കരുതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഷോർട്സ് മറ്റുള്ളവരുടെ കണ്ടൻറ് ഉപയോഗിക്കാൻ യൂട്യൂബ് തന്നെ പല വഴികളും പറയുന്നുണ്ട്. അപ്പോൾ കൊളാബ് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ റീമിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണ ഈ ഫെയർ യൂസ് എന്ന യൂട്യൂബ് പോളിസിയിലൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കൊളാബൊക്കെ ചെയ്യാൻ നേരത്ത് ഈ കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ഏതെങ്കിലും ഒരാളുടെ വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾക്കും പണി കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഷോർട്സ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഷോർട്സിന് 10 മില്യൺ വ്യൂസ് വന്നാൽ ഫുൾ മോണിറ്റൈസേഷനും അതുപോലെ 3 മില്യൺ വന്നാൽ ഹാഫ് മോണിറ്റൈസേഷൻ എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെയധികം നമ്മൾ ആഗ്രഹിച്ചിട്ട് കഠിന പ്രയത്നമൊക്കെ ചെയ്തിട്ടുമൊക്കെയാണ് യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ കാരണം കൊണ്ട് നമ്മുടെ ചാനലിന് തന്നെ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഷോർട്സൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ യൂട്യൂബേഴ്സ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള മെയിൻ ടോപ്പിക്സുമായിട്ടും ഞാൻ ഇനിയും അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ നല്ല നല്ല കമൻസ് വായിക്കുന്നത് എനിക്ക് അത്യധികം മനസ്സിന് സന്തോഷവും നല്ല പോസിറ്റീവ് എനർജിയും ഒരു ഫീലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.